പരസ്പരം മനസ്സിലാക്കുക എന്നതാണ് നല്ല ദാമ്പത്യത്തിന്റെ അടിസ്ഥാനം. വിട്ടുവീഴ്ചകൾ ബന്ധം നിലനിർത്താൻ അനിവാര്യവുമാണ്. പലപ്പോഴും ഒരാൾ മറ്റൊരാൾക്ക് മേൽ മേധാവിത്വം തീർക്കുന്നത് പ്രശ്നങ്ങൾക്കും ഇടയാക്കും. ദാമ്പത്യ ബന്ധമായാലും പ്രണയബന്ധമായാലും ഒക്കെ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് പ്രധാനം. ഭാര്യയോ ഭർത്താവോ കാമുകിയോ കാമുകന്മാരോ ആരുമാകട്ടെ, നമ്മൾ പരസ്പരം താങ്ങാവുന്നതിന് പകരം അന്യോന്യം രക്ഷകർത്താവ് ആകുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഇങ്ങനെ സംഭവിക്കാം. ഇത് നമ്മളിലും സംഭവിക്കുന്നോന്നറിയാൻ ചില മാർഗങ്ങളൊക്കെയുണ്ട്. പലപ്പോഴും കുട്ടികളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് പോലെ പങ്കാളിയോട് പെരുമാറുന്നവർ നമുക്കിടയിൽ ഒരുപാട് പേരുണ്ട്. ഇത് അമിതമാകുമ്പോൾ കേൾക്കുന്നയാൾക്ക് വളരെ അരോചകമായി തോന്നാറുമുണ്ട്. അമിതമായി ആശ്രയിക്കുന്നതും ആ വ്യക്തിക്ക് മേൽ നിരന്തരം മേധാവിത്വം പുലർത്തുന്നതും ഒന്നും നല്ല ലക്ഷണവുമല്ല. എന്നാൽ സ്നേഹത്തിൻ്റെ പേരിലുള്ള ചെറിയ ഓർമ്മപ്പെടുത്തലുകളും അന്വേഷണങ്ങളും നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും. ഉത്തരവാദിത്തങ്ങൾ ഒരാളുടെ മേൽ മാത്രം അടിച്ചേൽപ്പിക്കുന്നതാണ് മറ്റൊരു പ്രശ്നം. ചിലർ ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ കണ്ടില്ലെന്ന് നടിക്കും. എല്ലാ ഉത്തരവാദിത്തങ്ങളും സ്വന്തം തലയിൽ ചുമക്കും. ഇതൊരു ശരിയായ പങ്കാളിത്തത്തിൻ്റെ ലക്ഷണമൊന്നുമല്ല. ഉത്തരവാദിത്തങ്ങൾ തുല്യമായി പങ്കിടുമ്പോൾ അത് പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും പരസ്പരം കൂടുതൽ മനസ്സിലാക്കാനും സാധിക്കും. പങ്കാളികൾ തമ്മിൽ പരസ്പരം സാമ്പത്തിക കാര്യങ്ങളും വരവും ചെലവും ഒക്കെ ചർച്ച ചെയ്യേണ്ടതും പ്രധാനമാണ്. എന്നാൽ അത് കൂടിപ്പോയാലുമുണ്ട് ചില പ്രശ്നങ്ങൾ. പങ്കാളിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ അമിതമായി ഇടപെടുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യം തന്നെ ഇല്ലാതാക്കും. ഒരാൾ മാത്രം രണ്ടുപേരുടെയും പണം മുഴുവൻ കൈകാര്യം ചെയ്യുന്നതും ശരിയായ രീതിയല്ല. സാമ്പത്തിക തീരുമാനങ്ങൾ ഒറ്റയ്ക്കെടുക്കുന്നതും ശരിയല്ല. അതുപോലെ തന്നെയാണ് ഒരാൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മറ്റേയാൾ സ്വന്തം ഇഷ്ടപ്രകാരം വാങ്ങുന്നത്. മിക്ക പങ്കാളികളും വിഷമങ്ങളൊന്നും തുറന്നു പറയാറില്ല. തങ്ങളുടെ പ്രശ്നം മറ്റൊരാളെ കൂടി അറിയിച്ച് വിഷമിപ്പിക്കേണ്ട എന്നതാകാം കാരണം. ഇത്തരത്തിലെല്ലാ ചിന്തയും മനസ്സിൽ അടക്കി വെക്കേണ്ടതുമില്ല. തുറന്നു പറഞ്ഞാൽ ഒരു പരിധിവരെ പരിഹരിക്കാനാകും. ഇതിലൂടെ നമുക്ക് ആശ്വാസവും ലഭിക്കും. ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളിലൂടെ ഒരുമിച്ച് സഞ്ചരിക്കുമ്പോൾ വിശ്വാസവും പരസ്പരാശ്രയത്വവും ഒക്കെ വളരുന്നുണ്ട്. പങ്കാളികൾ തമ്മിൽ വിലമതിക്കപ്പെടുന്നുണ്ടെന്നും കേൾക്കപ്പെടുന്നുണ്ടെന്നും ഉറപ്പാക്കാൻ പതിവായി പരസ്പരം ആഴത്തിൽ സംസാരിക്കണം. പങ്കാളികൾ പരസ്പരം ശക്തിയും ബലഹീനതയും അറിയുകയും വേണം. ഏറ്റവും വിഷമകരമായ മാനസികാവസ്ഥയിൽ പരസ്പരം കണ്ടിട്ടുള്ളവരാണ് ദമ്പതികൾ. നിങ്ങൾ എപ്പോഴും ഒരുമിച്ചാണെന്നും അവിടെയാണ് ആഴത്തിലുള്ള സ്നേഹം തുടങ്ങുന്നതെന്നും തിരിച്ചറിയേണ്ടതുമുണ്ട്.